കേരളത്തിൽ ഉമ്മൻചാണ്ടി എന്ന പേരുള്ള രണ്ടാമതൊരാളെ കണ്ടിട്ടുണ്ടോ? പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിന്റ് എന്ന സിനിമയിലെ ഒരു സംഭാഷണമാണിത്. ഉമ്മനും ചാണ്ടിയും വളരെ സാധാരണയായ പേരുകളാണെങ്കിലും രണ്ടും ചേർന്ന ഒരു പേര് അപൂർവമാണ്. പേരിൽ മാത്രമല്ല, ജീവിതത്തിലും ഉമ്മൻചാണ്ടി അങ്ങനെ തന്നെയായിരുന്നു. ചീകി ഒതുക്കാത്ത മുടി, ചുളിവ് വീണ കതർ, നീണ്ട മൂക്ക്, ചെറുപുഞ്ചിരി, അങ്ങനെ സാധാരണമായ കുറെ കാര്യങ്ങൾ ചേർന്ന ഒരു അസാധാരണ വ്യക്തിത്വം. ജനങ്ങളായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഓക്സിജൻ. ആൾക്കൂട്ടത്തിന്റെ നടുവിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്കായിരുന്നു അയാൾ എന്നും ആദ്യ സ്ഥാനം നൽകിയിരുന്നത്. PC വിഷ്ണുനാഥ് പറഞ്ഞൊരു കഥയുണ്ട്. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കാൻ സെക്രട്ടേറിയറ്റിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി. നേതാക്കൾ എല്ലാവരും കൂടി സച്ചിനെ ആനയിച്ച് ഇരുത്തിയിട്ടും ഉമ്മൻചാണ്ടിയെ കാണാനില്ല. വിഷ്ണുനാഥ് തിരക്കി ചെല്ലുമ്പോൾ ഉമ്മൻചാണ്ടി തന്നെ കാണാൻ വന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർമ്മയായിട്ട് 3 വർഷമായെങ്കിലും ഉമ്മൻചാണ്ടി ഇന്നും ജനഹൃദയങ്ങളിൽ മായാതെ നിൽക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ഒരു പ്രശ്നമായി എത്തിയാൽ പരിഹാരം കാണുമെന്ന ഒരു പ്രതീക്ഷ ജനത്തിനുണ്ടായിരുന്നു. നിയമക്കുരുക്കുകളോ സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നും അതിനൊരു തടസ്സമാകില്ലായിരുന്നു. ആളുകൾക്ക് ഈ നേതാവിനോട് ഇത്ര അടുപ്പം തോന്നാൻ കാരണം എന്താണെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവാം. കരുണാകരനെ പോലെ തീപ്പൊരി നേതാവോ VS-നെ പോലെ ആളുകളെ വാക്കുകളിലൂടെ ആകർഷിക്കാനുള്ള വിദ്യകളോ ഒന്നും തന്നെ ഉമ്മൻചാണ്ടിക്ക് വശമുണ്ടായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം പോകുന്നിടങ്ങളിലെല്ലാം ജനം എത്തിക്കൊണ്ടേയിരുന്നു. കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെയും ജനം ഇതുപോലെ പിന്തുടർന്നിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഇനിയുമുണ്ടാവുകയുമില്ല. ജൂലൈ 18 ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനത്തിലും ജ്വലിക്കുന്ന ഓർമ്മയായി ആയിരക്കണക്കിന് ഹൃദയങ്ങളിൽ ആ മുഖം മായാതെ നിൽക്കുന്നതും ഇതുകൊണ്ട് തന്നെ.